സർവേ ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഇൻ ഇന്ത്യ. സ്പെക്ട്രത്തിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ടെക്സ്റ്റിലെ 27-ാമത്തെ അധ്യായമാണ് ഇത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്വീകരിച്ച ഭരണരീതികൾ, അവരുടെ രാഷ്ട്രീയ നയം എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു പരിശോധനയാണ് ഈ അധ്യായം. ആദ്യം അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇന്ത്യക്കാർക്ക് സ്വയംഭരണത്തിനുള്ള കഴിവ് ഇല്ല എന്നും അതിനാൽ ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം ഇന്ത്യക്കാർക്ക് ആവശ്യമാണ് എന്നതുമായിരുന്നു ഇവരുടെ തത്വം. ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷ് അതോറിറ്റിക്കെതിരായി ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും ഒരു യുണൈറ്റഡ് മാസ് ആക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ വിഭജിച്ച് ഭരിക്കുക എന്ന നയം സ്വീകരിച്ചു. ഇതിനായി നാട്ടുരാജാക്കന്മാരെ ജനങ്ങൾക്കെതിരായി തിരിച്ചു, ഒരു റീജിയനെ മറ്റൊരു റീജിയനെ എതിരാക്കി, പ്രവിശ്യകളെ പരസ്പരം വിരോധത്തിലാക്കി, ഒരു കാസ്റ്റ് മറ്റൊരു കാസ്റ്റിന് വിരുദ്ധമായി, ഒടുവിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ട് തട്ടുകളിലാക്കി മാറ്റി. 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ മുസ്ലിംസിനെ വലിയ രീതിയിൽ തന്നെ അടിച്ചമർത്തിയിരുന്നു. എന്നാൽ 1870 ശേഷം ഇന്ത്യയിൽ വളർന്നു വരുന്ന ദേശീയതയ്ക്ക് എതിരായി ഇതേ മുസ്ലിംസിനെ ഉപയോഗിക്കാൻ ബ്രിട്ടീഷ് അധികാരികൾ തന്നെ തീരുമാനിച്ചു. ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു റിലീജിയസ് സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അടുത്തത് ഹോസ്റ്റിലിറ്റി ടുവാർഡ്സ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരോട് ബ്രിട്ടീഷുകാർക്ക് എതിർപ്പായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ അധിനിവേശ ഭരണത്തെയും ചൂഷണ സ്വഭാവത്തെയും പറ്റി ഇവർക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. മാത്രമല്ല അഡ്മിനിസ്ട്രേഷനിൽ ഇന്ത്യക്കാരെ കൂടി പങ്കാളികളാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഈ വിദ്വേഷം കൂടി. അടുത്ത പോയിന്റ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി സെമീന്ദാർസ്. ബ്രിട്ടീഷുകാർ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നാട്ടുരാജാക്കന്മാർ, ജമീന്ദാർമാർ, ഭൂപ്രഭുക്കന്മാർ തുടങ്ങിയവരുമായി സഖ്യത്തിലായി. ദേശീയവാദികൾക്ക് എതിരായി ഇവരെ ഉപയോഗിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് അതോറിറ്റിയുടെ ലക്ഷ്യം. അടുത്തത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സോഷ്യൽ റിഫോംസ്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളും സാമൂഹിക തിന്മകളും നീക്കം ചെയ്യുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിലെ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ പോലും ബ്രിട്ടീഷുകാർക്ക് എതിരായി തിരിയുന്നു എന്നത് മനസ്സിലാക്കിയതിനു ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നൽകിയ സപ്പോർട്ട് പിൻവലിച്ചു. മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ ജാതി സാമുദായിക ചിന്തകൾ വളർത്തിയെടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ സഹായിക്കുകയും ചെയ്തു. അണ്ടർ ഡെവലപ്ഡ് സോഷ്യൽ സർവീസസ്. ബ്രിട്ടീഷുകാർ വലിയ ഒരു തുകയും ചെലവഴിച്ചിരുന്നത് സൈന്യം, യുദ്ധം, സിവിൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സാനിറ്റേഷൻ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സോഷ്യൽ സർവീസുകൾക്ക് വേണ്ടി അധികം പണം അവർ ചെലവഴിച്ചിരുന്നില്ല. ബ്രിട്ടീഷുകാർ നൽകിയ സൗകര്യങ്ങൾ ലഭിച്ചത് സൊസൈറ്റിയിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർക്കും അർബൻ ഏരിയാസിലുള്ളവർക്കുമായിരുന്നു. സമൂഹത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് ലഭ്യമായിരുന്നില്ല. നെക്സ്റ്റ് വൺ, ലേബർ ലെജിസ്ലേഷൻസ്. ആദ്യകാലങ്ങളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമടക്കം വർക്കിംഗ് അവേഴ്സ് കൂടുതലും വേതനം കുറവുമായിരുന്നു. മാത്രമല്ല ഇവരുടെ തൊഴിലിടങ്ങളിലെ സാഹചര്യം വളരെ മോശവുമായിരുന്നു. ആവശ്യത്തിന് വെന്റിലേഷനോ പ്രകാശമോ ഇവിടെ ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾ തിങ്ങിക്കൂടി കാണപ്പെടുന്ന ഇവിടങ്ങളിൽ ആവശ്യത്തിന് സേഫ്റ്റി മെഷേഴ്സും ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ നിന്നും ഈ സാഹചര്യത്തിന് മാറ്റം വേണമെന്ന ആവശ്യം ഉയർന്നു. തുടർന്ന് 1875 ഫാക്ടറികളിലെ സാഹചര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ നിലവിൽ വന്നു. 1881 ഇന്ത്യൻ ഫാക്ടറി ആക്റ്റും നിലവിൽ വന്നു. ഈ ആക്ട് കൂടുതലായി ഫോക്കസ് ചെയ്തത് ചൈൽഡ് ലേബറിനെ പറ്റിയാണ്. ഇതിൻ പ്രകാരം 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിച്ചു. കുട്ടികളുടെ തൊഴിൽ സമയം ദിവസം 9 മണിക്കൂറാക്കി. മാസത്തിൽ 4 ദിവസം കുട്ടികൾക്ക് വിശ്രമ ദിനങ്ങളായി അനുവദിച്ചു. അപകട സാധ്യതയുള്ള യന്ത്രങ്ങൾക്ക് ആവശ്യത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്ന ഒരു പ്രൊവിഷൻ കൂടി ഈ ആക്റ്റിൽ പറഞ്ഞിരുന്നു. ഇനി 1891 വന്ന ഇന്ത്യൻ ഫാക്ടറി ആക്ടിനെ നോക്കാം. കുട്ടികളുടെ തൊഴിൽ സമയം ഒരു ദിവസം 9 മണിക്കൂർ എന്നതിൽ നിന്നും ഒരു ദിവസം 7 മണിക്കൂറാക്കി കുറച്ചു.
സ്ത്രീകളുടെ തൊഴിൽ സമയം 11 മണിക്കൂറാക്കി ഫിക്സ് ചെയ്തു. ഇതിനിടയിൽ 1.5 മണിക്കൂർ ഇടവേള നൽകി. എന്നാൽ പുരുഷന്മാരുടെ വർക്കിംഗ് അവേഴ്സ് നിയന്ത്രണാതീതമാക്കി. എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസം ഹോളിഡേ ആയി പ്രഖ്യാപിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ടീ, കോഫി പ്ലാന്റേഷൻസിൽ ഈ നിയമം പാലിക്കപ്പെട്ടില്ല. അവിടെ തൊഴിലാളികൾ വൻ ചൂഷണത്തിന് ഇരയായി. റെസ്ട്രിക്ഷൻസ് ഓൺ ഫ്രീഡം ഓഫ് ദി പ്രസ്. ദേശീയവാദികൾ ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു ദേശീയ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ദോഷവശങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടിയും പ്രസ് ടെക്നോളജിയെ ഉപയോഗിച്ചു. ഇതിനെ ഭയന്ന് ലിട്ടൺ പ്രഭു 1878 വെർനാക്കുലർ പ്രസ് ആക്ടിലൂടെ ഇന്ത്യൻ ഭാഷകളിലുള്ള പ്രസ്സിനു മുകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ജനങ്ങളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് 1882 ഈ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയുണ്ടായി. എങ്കിലും ദേശീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന പല അവസരങ്ങളിലും പ്രസ്സിനു മുകളിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. വൈറ്റ് റേസിസം. ബ്രിട്ടീഷുകാരുടെ അടുത്തു നിന്നും ഇന്ത്യക്കാർക്ക് വലിയ തോതിലുള്ള വംശീയ വിവേചനം അനുഭവിക്കേണ്ടി വന്നിരുന്നു. വെള്ളക്കാർ, കറുത്ത വർഗ്ഗക്കാർ എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ നിലനിന്നിരുന്നു. ഈ വിവേചനം ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരെ ഉയർന്ന സർവീസുകളിൽ നിന്നും ഒഴിവാക്കി. സിവിൽ, മിലിറ്ററി രംഗങ്ങളിൽ ഉന്നതമായ പോസ്റ്റുകൾ ഇന്ത്യക്കാർക്ക് നൽകിയിരുന്നില്ല. മാത്രമല്ല റെയിൽവേ കമ്പാർട്ട്മെൻറ്റ്സ്, പാർക്ക്, ഹോട്ടൽ, ക്ലബ്സ് തുടങ്ങിയ ഇടങ്ങളിലൊന്നും ഇന്ത്യക്കാർക്ക് പ്രവേശനം നൽകിയില്ല. മാത്രമല്ല പൊതു ഇടങ്ങളിൽ വെച്ച് ഇന്ത്യക്കാരെ മർദ്ദിച്ചു. ചിലപ്പോഴൊക്കെ ഇത് കൊലപാതകങ്ങളിലേക്കും എത്തിച്ചേർന്നു. ബ്രിട്ടീഷ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ പോളിസി ഇൻ ഇന്ത്യ. ഇനി നമുക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയത് എങ്ങനെയാണ് എന്നും അവരുടെ നയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും നോക്കാം. 1813 വരെ അവർ ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഇടപെട്ടിരുന്നില്ല. 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി ബ്രിട്ടനിലും നൂതനമായ ആശയങ്ങളും താൽപ്പര്യങ്ങളും നിലവിൽ വന്നു. ഇതിനനുസരിച്ച് ഇന്ത്യൻ സൊസൈറ്റിയിലും പല മാറ്റങ്ങളും വന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂ തോട്ട്. പുതിയതായി രൂപം കൊണ്ട ചിന്താഗതികളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ചിന്തകളിൽ റാഷണലിസവും ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡും നിലവിൽ വന്നു. അതായത് എന്തെങ്കിലും കാര്യങ്ങളിൽ വിശ്വസിക്കണമെങ്കിൽ അതിന് മനുഷ്യയുക്തിക്ക് നിരക്കുന്ന കാരണങ്ങൾ വേണമായിരുന്നു. ഹ്യൂമാനിസം. മനുഷ്യത്വപരമായ ആശയങ്ങൾ രൂപം കൊണ്ടു. അടുത്തത് ഡോക്ട്രൈൻ ഓഫ് പ്രോഗ്രസ്. ഒന്നും സ്ഥിരമല്ല, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സമൂഹങ്ങളിൽ നിലവിൽ വരണം. മനുഷ്യന് നീതിയുക്തമായ രീതിയിൽ സമൂഹത്തിൽ മാറ്റം വരുത്തുന്നതിനുള്ള കഴിവുണ്ട്. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ രൂപം കൊണ്ടു. സ്കൂൾസ് ഓഫ് തോട്ട്. പുതിയ ആശയങ്ങൾ അധികാരികളുടെ ഇടയിലും ചെറിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുകയും പുതിയ ചിന്താധാരകൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. ഇവയെ മൂന്നായി തിരിക്കാം: കൺസർവേറ്റീവ്സ്, ഇമ്പീരിയലിസ്റ്റ് ആൻഡ് റാഡിക്കൽസ്. ഇന്ത്യൻ സൊസൈറ്റിയിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി എന്നതായിരുന്നു കൺസർവേറ്റീവ്സിൻ്റെ വാദം. ഇവരിൽ പലരും ഇന്ത്യൻ ഫിലോസഫിയെയും ഇന്ത്യൻ കൾച്ചറിനെയും ബഹുമാനിച്ചിരുന്നു. വാരൻ ഹാസ്റ്റിങ്സ്, എഡ്മണ്ട് ബർക്ക്, മൺറോ, മെറ്റ്കൈഫ് തുടങ്ങിയവർ ഈ ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. എങ്കിലും പാശ്ചാത്യ ചിന്തകളും രീതികളുമൊക്കെ ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു വന്നു. അടുത്ത ഗ്രൂപ്പിനെ നോക്കാം: പാറ്റേണലിസ്റ്റിക് ഇമ്പീരിയലിസ്റ്റ്. ഈ സാമ്രാജ്യത്വവാദികൾ ഇന്ത്യൻ സമൂഹത്തോടും ഇന്ത്യൻ സംസ്കാരത്തോടും എതിർപ്പുള്ളവരായിരുന്നു. രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഇന്ത്യയുടെ അടിമത്തത്തിന് കാരണം ഈ സംസ്കാരമാണ് എന്നവർ കുറ്റപ്പെടുത്തി. അടുത്തത് റാഡിക്കൽസ്. ഇവർ യുക്തിപരമായ ചിന്താഗതികൾ നിലനിർത്തിയിരുന്നു. ഇന്ത്യക്ക് പുരോഗതി കൈവരിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നും അതിനുവേണ്ടി ഇന്ത്യയെ പ്രാപ്തമാക്കണമെന്നുമായിരുന്നു ഇവരുടെ അഭിപ്രായം. സയൻസ്, ഫിലോസഫി, ലിറ്ററേച്ചർ തുടങ്ങിയ വിഷയങ്ങളിൽ ആധുനികവും പാശ്ചാത്യപരവുമായ രീതികൾ അവർ ഇന്ത്യയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1820 ശേഷം ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഓഫീഷ്യൽസിൽ ചിലർ ഇത്തരത്തിലുള്ള പുരോഗമന ചിന്താഗതിക്കാരായിരുന്നു. എങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് സാമ്രാജ്യത്വ സമീപനത്തോടുകൂടിയായിരുന്നു. ഒരു പരിധിയിൽ കൂടുതൽ ഇന്ത്യ ആധുനികവൽക്കരിക്കപ്പെട്ടാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ വേണ്ടത്ര ചൂഷണം ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു.
അതിനാൽ റാഡിക്കൽസും പതിയെ ഇമ്പീരിയലിസ്റ്റിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. ഇന്ത്യൻ റിനേസൻസ്. രാജാറാം മോഹൻ റോയ്, ഈശ്വർചന്ദ്ര വിദ്യാസാഗർ, BM മലബാറി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും അതിനുവേണ്ട നിയമങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും പാസ്സാക്കി എടുക്കുകയും ചെയ്തു. അടുത്തത് ഡിലേമ ബിഫോർ ദി ഗവൺമെൻറ്. വലിയ രീതിയിലുള്ള മോഡേണൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ബ്രിട്ടീഷ് അധികാരികൾക്ക് ഭയമായിരുന്നു. കാരണം ഇത് അവർക്ക് എതിരായി തിരിയുമോ എന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിനാൽ ഒരു പാർഷ്യൽ മോഡേണൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാനാണ് അവർ തീരുമാനിച്ചത്. ഇനി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വന്ന മാറ്റങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പങ്ക് എന്തായിരുന്നു എന്ന് നോക്കാം. റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ്. ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യുക എന്നതായിരുന്നു ഈ മിഷണറീസിൻ്റെ ലക്ഷ്യം. ഇത് സ്വന്തം മതത്തിലും സംസ്കാരത്തിലുമുള്ള ഇന്ത്യക്കാരുടെ വിശ്വാസത്തിന് ഭംഗം വരുത്തി. കൂടാതെ ബ്രിട്ടീഷുകാരുടെ ഔന്നത്യം ഇന്ത്യയിൽ ഊട്ടിയുറപ്പിക്കുവാനും ക്രിസ്ത്യൻ മിഷണറീസിന് സാധിച്ചു. ലാസ്റ്റ് പോയിന്റ്, ബ്രിട്ടീഷ് റിട്രീറ്റ്. 1858 ശേഷം മോഡേണൈസേഷൻ എന്ന പോളിസിയെ ബ്രിട്ടീഷുകാർ പതിയെ ഉപേക്ഷിച്ചു. അവർ ഇന്ത്യയിൽ വളർന്നു വരുന്ന ദേശീയതയെ തകർക്കുന്നതിനു വേണ്ടി സമൂഹത്തിലെ യാഥാസ്ഥിതികരോട് ഒപ്പം ചേർന്ന് ഇന്ത്യയിൽ കാസ്റ്റിസത്തെയും കമ്മ്യൂണലിസത്തെയും വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും മോഡേണൈസേഷൻ എന്നത് ഇന്ത്യയിൽ സാധ്യമാണ് എന്നും നൂതനമായ ആശയങ്ങളോട് വളരെ വേഗം പൊരുത്തപ്പെടാൻ ജനങ്ങൾക്ക് സാധിക്കുമെന്നും ഇന്ത്യക്കാർ തെളിയിച്ചിരുന്നു. ഇനി നമുക്ക് നാട്ടുരാജ്യങ്ങളോടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ബ്രിട്ടീഷ് പോളിസി ടുവേർഡ്സ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ബ്രിട്ടീഷ് അതോറിറ്റിയുടെ സബോർഡിനേറ്റ് ആയിട്ടായിരുന്നു അവർ നാട്ടുരാജ്യങ്ങളെ കണക്കാക്കിയിരുന്നത്. ഒപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ നിലനിൽക്കാനുള്ള ഒരു ആയുധമായും അവർ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കണക്കാക്കി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുമായിരുന്നു. ഇതിനായി അവർ രാജകൊട്ടാരങ്ങളിൽ ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ അവരോധിച്ചു. രാജാക്കന്മാരെ പേരിന് മാത്രം നിലനിർത്തിക്കൊണ്ട് പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതും ഭരണം നടത്തിയിരുന്നതും ബ്രിട്ടീഷുകാർ ആയിരുന്നു. ദേശീയതയോ ജനാധിപത്യ ചിന്തകളോ ഈ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളുടെ ഇടയിൽ വളരാതിരിക്കാൻ ബ്രിട്ടീഷുകാർ കഴിവതും പരിശ്രമിച്ചു, പരമാവധി ശ്രദ്ധിച്ചു. ഈ അധ്യായത്തിലെ അവസാന ടോപ്പിക്കാണ് അടുത്തത്, ബ്രിട്ടീഷ് ഫോറിൻ പോളിസി ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാഴ്ചവെച്ച ഭരണരീതികൾ ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് കാരണമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വാണിജ്യ സാമ്പത്തിക താൽപ്പര്യങ്ങൾ, കൂടാതെ ഏഷ്യയിലും ആഫ്രിക്കയിലും കൂടുതൽ കോളനികൾ തീർക്കാനുള്ള ഇവരുടെ താൽപ്പര്യം തുടങ്ങിയവ ഈ കോൺഫ്ലിക്റ്റിന് കാരണമായി. ഇന്ത്യൻ അതിർത്തികളെ സംരക്ഷിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ബ്രിട്ടീഷുകാർ ചെലുത്തിയിരുന്നില്ല. ഈ സംഘർഷങ്ങൾക്കുള്ള കാരണം ബ്രിട്ടീഷ് താൽപ്പര്യങ്ങളായിരുന്നുവെങ്കിലും അതിന് ഇരയായത് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ സമ്പത്തുമായിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രിട്ടീഷ് ഭരണം മൂലം ഇന്ത്യക്ക് സംഭവിച്ച സാമ്പത്തിക ആഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം.